എല്ലാവരുടെയും വീട്ടിൽ പ്രതീക്ഷിക്കാത്ത ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? നമ്മുടെ ഹോം എന്ന് പറയുന്ന മൂവിയിൽ നമ്മുടെ ശ്രീനാഥ് ബാസി നിൽക്കുന്നത് പോലെ ഒരു നിൽപ്പായിരിക്കും അല്ലേ? വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ആകെ അലങ്കോലമായി, നമ്മുടെ വീടൊക്കെ ആകെ വൃത്തികേടായി അല്ലേ? സോഫയിലാണെങ്കിൽ കുറേ ഡ്രസ്സുകൾ ഉണ്ടാകും, ടേബിളിലാണെങ്കിൽ കുറേ സാധനങ്ങൾ ഉണ്ടാകും, നമ്മുടെ ബെഡിലാണെങ്കിൽ വേറെ കുറേ സാധനങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കൂടെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ചായയില്ല, പലഹാരങ്ങളില്ല, ഒന്നും റെഡിയാക്കാതെ നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഇനിയിപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോറ് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് നമ്മൾ വേഗം റൂമിലേക്ക് ഓടും, ബാക്കി അമ്മ നോക്കിക്കോന്ന് പറയും അല്ലേ? ഈ ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മിസ്സിൻ്റെ അനിയത്തി സ്ഥിരം അങ്ങനെയാണ് ചെയ്യാറ്. കാരണം ഗസ്റ്റ് ആരെയും വരുന്നുണ്ടോ എന്നുള്ള ജനലിലൂടെ നോക്കും. പറയാതെ വരുന്ന ഗസ്റ്റൊക്കെ ആണെങ്കിൽ വേഗം റൂമിലേക്ക് ഓടി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് പറയാതെ വരുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? ആദ്യം സോഫയിലുള്ള ഡ്രസ്സ് മാറ്റണോ, ടേബിളിലുള്ള സാധനങ്ങൾ മാറ്റണോ, ബെഡ് വൃത്തിയാക്കണോ, നമ്മളെ വൃത്തിയാക്കണോ, ആകെ ഒരു ബഹളമായിരിക്കും അല്ലേ? നേരെ മറിച്ച് നമ്മളോട് എന്ത് ചെയ്യാണ്? നമ്മളോട് പറയുകയാണ്, ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇതേ ഈ ഒരു ഹോം എന്ന് പറയുന്ന പോലെ നമ്മുടെ മഞ്ജു പിള്ള ഇരിക്കുന്നത് പോലെ എന്താണ്, നമ്മളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി, ഇൻട്രൻസ് ഒക്കെ അതേ കുട്ടപ്പനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ വീടൊക്കെ ഫുൾ വൃത്തിയാക്കി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മളിങ്ങനെ കോൺഫിഡൻസിലിരിക്കും. സോ ഒരാൾ പെട്ടെന്ന് പറയാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും, നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. ഇതിപ്പോൾ ഗസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ അറിയുന്ന ആൾക്കാരാണല്ലോ. പക്ഷേ ഈ വരുന്നത് ഒരു ടെററിസ്റ്റ് ആണെങ്കിലോ, നമ്മുടെ രാജ്യം ഒരു മുന്നറിയിപ്പും തരാതെ അല്ലേ നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കാൻ വരികയാണെങ്കിലോ, നമ്മൾ എന്ത് ചെയ്യുന്നറിയാതെ സ്റ്റക്കാവുമ്പോഴേക്ക് അവർ നമ്മുടെ രാജാവിനെയൊക്കെ കൊന്ന് നമ്മുടെ രാജ്യത്തിനെ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? നേരെ മറിച്ച് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഇവർ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിരിക്കും ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതേപോലെയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഏതിൽ നടക്കുന്നത്? നമ്മളുടെ ഇമ്മ്യൂണൈസേഷനിൽ നടക്കുന്നത്. സോ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ കൃത്രിമ പ്രതിരോധവൽക്കരണം എന്ന് പറഞ്ഞാൽ മിസ് ഈ പറഞ്ഞ എക്സാക്റ്റ് സെയിം എക്സാമ്പിളാണ്. അതായത് നമ്മളുടെ രാജ്യത്തേക്ക് ഒരു ടെററിസ്റ്റ് വരികയാണ്, അല്ലെങ്കിൽ ഒരു എനിമി വരികയാണ്, അല്ലെങ്കിൽ തീവ്രവാദി വരികയാണ്, അല്ലെങ്കിൽ പറയാതെ ഒരു ഗസ്റ്റ് വരികയാണ്. നമ്മൾ ആകെ സ്റ്റക്കാവും, എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മളിങ്ങനെ പകച്ചു പോയി, എൻ്റെ ബാല്യം എന്ന് പറയുന്നത് പോലെ നമ്മളിങ്ങനെ നിൽക്കും അല്ലേ? അപ്പോഴാണ് ഈ ഒരു വരുന്ന അല്ലേ ആളെന്താണ്, രോഗാണുക്കളായിരിക്കും, മിക്കവാറും പാത്തോജൻസ് ആയിരിക്കും. പാത്തോജൻസ് എന്ന് പറയുമ്പോൾ ദിസ് ക്യാൻ ബി ബാക്ടീരിയ, വൈറസ്, എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് ഭീകരമായ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരിങ്ങനെ നമുക്ക് ഒരു മുന്നറിയിപ്പും തരാതെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരം വയ്ക്കുക, അയ്യോ ഇതെന്താ സംഭവം, ഇവരാരാണ്, ഇവരെങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക, ഒന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി. അപ്പോഴേക്ക് ഈ ബാക്ടീരിയയും വൈറസും നമ്മുടെ ശരീരത്തിൽ കയറി നമ്മുടെ സെൽസിനെയൊക്കെ നശിപ്പിക്കും. സോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡീനെ നമ്മുടെ ബോഡീനെ നമ്മൾ എന്താക്കണം? അലേർട്ടാക്കണം. ബോഡിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം, ഇങ്ങനെ ഒരാൾ വരും. ഇങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? റെഡി ആയിട്ടിരിക്കണം. അവരെ കൊല്ലാൻ വേണ്ടിയിട്ട്, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ WBCനോട് അലേർട്ടായി നിൽക്കാൻ വേണ്ടി പറയും. ശ്വേത രക്താണുക്കളോട് പറയും, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക. എന്നിട്ട് ഈ വൈറസ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, ആര് വരുന്നോ അപ്പം തന്നെ തട്ടിക്കളയാം എന്നറിയും അല്ലേ? അതായത് നമ്മൾക്ക് ചില സമയത്ത് നമുക്ക് മുന്നറിയിപ്പ് കിട്ടും അല്ലേ, നമ്മുടെ രാജ്യത്ത് എന്താണ്, ഒരു ടെററിസ്റ്റ് ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക അല്ലേ? സാധാരണക്കാർക്കിടയിലാണ് ഇവർ സാധാരണക്കാരുടെ വേഷം കെട്ടിയിട്ടാണ് ഇറങ്ങുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കും അല്ലേ? ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ ഏകദേശം ഒരു രേഖാചിത്രവും നമ്മളിങ്ങനെ വരച്ച് എല്ലാവരെയും കാണിക്കും. എന്നിട്ട് പറയുന്നത് ഇയാളാണ് വരാൻ പോകുന്നത്, ഇയാൾ എവിടെ കണ്ടാലും നിങ്ങൾ പോലീസിനെ അറിയിക്കണം, ഇവിടെ ഒരു കോൺടാക്ട് നമ്പറും വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് പറയും നിങ്ങളെല്ലാവരും പോലീസിനെ വിളിച്ചറിയിക്കണം എന്ന് പറയും അല്ലേ? നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ നോക്കി വെക്കും. ഇങ്ങനത്തെ ഒരാളെ കണ്ടാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ടകട വിളിച്ചിട്ട് പറയും ഇയാൾ ഇവിടെ സ്ഥലത്തുണ്ട്. അപ്പം നമ്മുടെ പോലീസുകാർ വരുന്നു, അയാളെ പിടിക്കുന്നു. അപ്പം നമുക്കിത് മനസ്സിലായത് എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി അലേർട്ടായി അല്ലേ? ഈ വരാൻ പോകുന്ന ആളുടെ ഫോട്ടോ കാണിച്ച് നമ്മളെല്ലാവരും അലേർട്ടായി. അങ്ങനെ ആയില്ലെങ്കിലോ അവർ നമ്മുടെ വീട്ടിനടുത്തൊക്കെ താമസിക്കും. നമ്മൾ വിചാരിക്കും പാവം മനുഷ്യൻ, അവർക്ക് ചായയൊക്കെ കൊടുക്കും,
അല്ലേ, അവരുടെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കും, ഒരു ദിവസം അവർ നമ്മളെയും കൊന്നു പോകും അല്ലേ. അതേ അവസ്ഥയാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വരിക. നമ്മുടെ ബോഡിക്ക് അറിയില്ല ഈ വരുന്ന ആൾ ആരാണ്, ഇവരെങ്ങനെ കൊല്ലുന്നൊന്നും അറിയില്ല. ആദ്യം നമ്മളുടെ കൊറോണ വൈറസ് സ്പ്രെഡായപ്പോൾ അതാണ് പറ്റിയത്. കൊറോണ വൈറസ് വന്നു, അപ്പം നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ ബോഡിക്ക് ഒന്നും മനസ്സിലായില്ല, എന്ത് ചെയ്യും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഈ വൈറസ് നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്തു, നമുക്ക് കോവിഡ് കിട്ടി അല്ലേ. അപ്പം നമുക്ക് മനസ്സിലായി ഇയാളൊരു ടെററിസ്റ്റാണ്, ഈ വൈറസ് ഒരു അപകടകാരിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ നമ്മുടെ ബോഡീനെ അലേർട്ടാക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ എടുത്തത്, നമ്മുടെ ബോഡീനെ അലേർട്ടാക്കാൻ. അതായത് പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായാലും നമ്മുടെ ബോഡി റെഡി ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്മ്യൂണൈസേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൃത്രിമ പ്രതിരോധവൽക്കരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷൻ ചെയ്യുന്നത്. സോ ഡിഫൻസ് മെക്കാനിസം ബിക്കം സ്ലോ. എപ്പം ജേംസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയാൽ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിനുള്ളിൽ അവർ കയറി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലുള്ള WBCനെ അലേർട്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, വാക്സിൻ എടുക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള WBCനെ അലേർട്ടാക്കാൻ, ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസസ് ആണ്, നമ്മൾ കുത്തിവെക്കുന്ന സാധനങ്ങളാണ് വാക്സിൻസ്. സോ വാക്സിൻ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ എന്ത് പറയാം, സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പറയും വാക്സിൻ എന്ന് പറയാം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് വാക്സിൻ എന്ന് ചോദിച്ചാൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഇനി ഈ വാക്സിൻ എങ്ങനെയാണ് നമ്മളുടെ WBCനെ, അല്ലേ, ഹൗ ദേ ആക്ട്, എങ്ങനെയാണ് നമ്മളുടെ WBCനെ അലേർട്ടാക്കുക, എങ്ങനെയാണ് ഇവർ നമ്മളെ WBCനെ അലേർട്ടാക്കുക. അതായത് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായപ്പം നമ്മൾ എന്താ ചെയ്തത്, ലുക്ക് ഔട്ട് നോട്ടീസ്. ആരാണോ ടെററിസ്റ്റ് അയാളുടെ ഒരു ഏകദേശ രൂപം നമ്മൾ എല്ലാവരെയും കാണിച്ചു അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടെററിസ്റ്റ് ആരാണ്, ഇവിടുത്തെ നമ്മളുടെ ടെററിസ്റ്റ് കൊറോണ വൈറസാണ്. നമ്മളുടെ ഇവിടുത്തെ ടെററിസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇയാളുടെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കണം. ഇയാളുടെ ലുക്ക് ഔട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ഫോട്ടോ കാണിച്ചാൽ മനസ്സിലാവില്ല. പകരം അല്ലേ, ഇതാണ് കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിരീടം വെച്ച പോലത്തെ വൈറസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ WBCനെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, ഇയാളുടെ ഒരു കുഞ്ഞ് സാമ്പിള് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് കുത്തിവെക്കണം. കുറച്ച് കൊറോണ വൈറസിന് അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ആക്ച്വൽ ഇൻഫെക്ഷൻ വരുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലേ. ലുക്ക് ഔട്ട് നോട്ടീസ് അല്ലേ നമ്മൾ പുറത്തിറക്കിയത്, അല്ലാണ്ട് ടെററിസ്റ്റിനെ പിടിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുക്കലല്ലോ ചെയ്തത് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഈ പാത്തോജൻ്റെ, ഇപ്പം മിസ് എക്സാമ്പിൾ പറഞ്ഞത് കൊറോണ വൈറസ് ആയതുകൊണ്ടാണ് കൊറോണ വൈറസിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആരാണോ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് അയാളുടെ ആ ഒരു പാത്തോജൻ്റെ സെല്ലുലാർ കോമ്പണൻസ്, ഈ വൈറസിൻ്റെ കോശഭാഗങ്ങൾ അല്ലെങ്കിൽ കോശാംഗങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം, അല്ലെങ്കിൽ ഇവരുടെ ടോക്സിൻസ്, ഇവർ നമ്മുടെ ശരീരത്തിൽ കയറിയ ടോക്സിൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം ഒന്നെങ്കിൽ ഈ കൊറോണ വൈറസ് ഡെഡായിട്ടുള്ള കൊറോണ വൈറസ് ആയിരിക്കണം, അല്ലെങ്കിൽ ജീവനോടെ ഉള്ളത് എടുക്കാം, അല്ലെങ്കിൽ ന്യൂട്രലാക്കിയത് എടുക്കാം, ന്യൂട്രലൈസ്ഡ്. അപ്പം ജീവനോടെ ഉള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയിട്ടുള്ള പാത്തോജൻ, രോഗാണുവിൻ്റെ കോശാംഗങ്ങളോ അവരുടെ ടോക്സിൻസോ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ വാക്സിനിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ ഈ ഒരു മൃതമാക്കപ്പെട്ട കൊറോണ വൈറസ് എടുക്കാം, ഡെഡായ കൊറോണ വൈറസ് എടുക്കാം, അതിൻ്റെ സെല്ലുലാർ പാർട്സ് എടുക്കാം, അല്ലെങ്കിൽ അവരുടെ ടോക്സിൻ എടുക്കാം. ടോക്സിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ടിൽ മതി, ബാക്കി വാക്സിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ സാധനത്തിന് എന്താണ്, കൊറോണ വൈറസിൻ്റെ സാമ്പിളാണല്ലേ, ചെറിയ എമൗണ്ടിൽ. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കുത്തിവെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മനസ്സിലാകും, ഇത് ഇതുവരെ ഇല്ലാത്ത ഒരാളാണല്ലോ അല്ലേ. നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഓൾറെഡി ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും കയറി വന്നാൽ നമ്മൾ അവരെയാണ് എന്ത് പറയുക, ആൻറ്റിജൻ. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഇല്ലാത്ത പുറമേ നിന്ന് വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആൻറ്റിജൻസ് എന്ന് പറയാം.
സോ ദീസ് പാർട്ടിക്കിൾസ്, ഏത് പാർട്ടിക്കിൾസ്? നമ്മളുടെ ടോക്സിൻസ് അല്ലെങ്കിൽ സെല്ലുലാർ പാർട്സ് ഓഫ് പാത്തജൻ, ഓക്കെ, ആക്ട് ആസ് ആൻറ്റിജൻസ്. ഇതെന്ത് ചെയ്യും? നമ്മളുടെ WBCനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ WBC എന്ത് ചെയ്യും? WBC ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. എന്താ ആൻറ്റിബോഡി? നമ്മളുടെ പാത്തജൻസിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി നമ്മൾ ഈ പാത്തജൻസിനെയൊക്കെ നശിപ്പിച്ചു. അപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കും നമ്മുടെ ശരീരത്തിൽ. ഇനി ശരിക്കും കൊറോണ വൈറസ് വന്നാലും ബോഡിക്ക് മനസ്സിലാവും, ഓ ഇത് അന്ന് വന്ന ആളല്ലേ, അപ്പോൾ തന്നെ അവരെ തട്ടിക്കളയാം. ഇതാണ് മെക്കാനിസം. അലേർട്ടാക്കി നിർത്താം. അപ്പോൾ നമ്മൾ വാക്സിൻസിൽ എന്തൊക്കെ എടുക്കും? സോ വാക്സിൻസ് ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഇതിനകത്ത് എന്താണ്? ഒന്നെങ്കിൽ എലൈവ് ആയിട്ടുള്ള, ജീവനോടെയുള്ള അല്ലെങ്കിൽ മൃതമാക്കപ്പെട്ട അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ട രോഗാണുക്കളുടെ ടോക്സിനോ, നിർവീര്യമാക്കപ്പെട്ട ടോക്സിനോ, അല്ലെങ്കിൽ അവരുടെ സെല്ലുലാർ പാർട്സ് അല്ലെങ്കിൽ അവരുടെ കോശാംഗങ്ങൾ, കോശഭാഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്നുകിൽ ജീവനോടെയുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടോ ആയ രോഗാണുക്കളുടെ കോശഭാഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിർവീര്യമാക്കപ്പെട്ട ടോക്സിനുകൾ നമ്മൾ വാക്സിനിൽ ഉപയോഗിക്കും. ഈ സാധനങ്ങൾ എന്താണ്? ദീസ് ആക്ട് ആസ് ആൻറ്റിജൻ. നമ്മളെ WBCനെ സ്റ്റിമുലേറ്റ് ചെയ്യും. WBC എന്തുണ്ടാക്കും? ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡീസ് ഉപയോഗിച്ച് ശരീരത്തിൽ കയറി വന്ന ആ വാക്സിനിലുള്ള രോഗാണുക്കളെ നമ്മൾ നശിപ്പിക്കും. ആൻഡ് ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനിയൊരു അറ്റാക്ക് ഉണ്ടായാൽ, ഒറിജിനൽ ആയിട്ടുള്ള ആളെ വന്നാൽ നമുക്ക് എന്താ, അപ്പം തന്നെ അവരെ നശിപ്പിക്കാം. ഓക്കെ, നമ്മൾ ആ ലുക്ക് ഔട്ട് നോട്ടീസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ആളെ കണ്ടാൽ നമുക്ക് വേഗം പോലീസിനെ വിവരം അറിയിക്കാം. സെയിം മെക്കാനിസമാണ് ഇവിടെ ഉപയോഗിക്കുക. ഇത് എക്സാമിന് ചോദ്യം വരുന്ന ഭാഗമാണ്. വാക്സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഇത് വാക്സിനുകളായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ആൻറ്റിജൻസ് ആയിട്ട് ആക്ട് ചെയ്യും. വാക്സിനിലുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. 1-2 എക്സാമ്പിളുകൾ വാക്സിൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും എഴുതാം. BCG ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം, OPV ഓറൽ പോളിയോ വാക്സിൻ പോളിയോയ്ക്ക് വേണ്ടിയിട്ട്, ദെൻ പെൻറ്റാവാലൻ്റ് 5 അസുഖങ്ങൾക്കെതിരെ, MMR മംസ്, മീസിൽസ്, റുബെല്ല, TT, ടെറ്റനസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ മക്കൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ മക്കളെ, നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേഗം തന്നെ പഠിച്ചു തുടങ്ങുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്മസ് എക്സാമിലുള്ള പോർഷൻസൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് പോവുക. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കുക. ഇനി അങ്ങനെയൊന്നും പഠിക്കുന്നില്ല, എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പോഴാണ് 25% ഓഫ് ഉണ്ട്. താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഈ ഒരു ടോപ്പിക് എൻ്റെ മക്കൾക്ക് സിമ്പിളായി യൂസ്ഫുൾ ആയതിൻ്റെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്